ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ നിർമ്മിക്കാൻ പദ്ധതിയുമായി റിലയൻസ് ഇൻഡസ്ട്രീസ് ഗുജറാത്തിലെ ജാംനഗറിലാണ് AI സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഡാറ്റാ സെൻറ്റർ സ്ഥാപിക്കാൻ മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള കമ്പനി പദ്ധതിയിടുന്നത്. പ്രമുഖ അമേരിക്കൻ കമ്പനിയായ NVIDIAയിൽ നിന്ന് AI സെമി കണ്ടക്ടറുകൾ വാങ്ങാനാണ് റിലയൻസിന്റെ തീരുമാനം. 2024 ഒക്ടോബറിൽ നടന്ന AI ഉച്ചകോടിയിൽ റിലയൻസും NVIDIAയും ഇന്ത്യയിൽ AI ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നതിനുള്ള പങ്കാളിത്തം പ്രഖ്യാപിച്ചിരുന്നു. റിലയൻസ് നിർമ്മിക്കുന്ന 1 ഗിഗാവാട്ട് ഡാറ്റാ സെന്ററിനായി തങ്ങളുടെ ബ്ലാക്ക്വെൽ AI പ്രോസസ്സറുകൾ വിതരണം ചെയ്യുമെന്നാണ് NVIDIA വാഗ്ദാനം ചെയ്തത്. സഹകരണം സംബന്ധിച്ചുള്ള പുതിയ കാര്യങ്ങൾ പുറത്തുവന്നിട്ടില്ല. US-നും ചൈനയ്ക്കും പുറമെ ഏറ്റവും മികച്ച ഡിജിറ്റൽ കണക്ടിവിറ്റി ഇൻഫ്രാസ്ട്രക്ചറുള്ള രാജ്യമാണ് ഇന്ത്യ. എല്ലാവരുടെയും വികസനമാണ് ലക്ഷ്യമെന്നും ലോകത്തിനു മുൻപാകെ തുല്യത കൊണ്ടുവരാൻ AI ഉപയോഗിക്കാമെന്നും അംബാനി പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ AI സൂപ്പർ കമ്പ്യൂട്ടറുകൾ വികസിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന ഭാഷകളിൽ പരിശീലനം ലഭിച്ച വലിയ ഭാഷാ മോഡലുകൾ സൃഷ്ടിക്കുന്നതിനുമുള്ള പങ്കാളിത്തവും റിലയൻസ് ഇൻഡസ്ട്രീസും NVIDIAയും പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ കയറ്റുമതിയിൽ 2ാം സ്ഥാനത്തെത്തി സ്മാർട്ട് ഫോണുകൾ. ഐഫോണുകളുടെയും സാംസങ്ങിൻ്റെയും കരുത്തിൽ കഴിഞ്ഞ വർഷത്തെ 4ാം സ്ഥാനത്ത് നിന്നാണ് ഈ മുന്നേറ്റം. വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് സ്മാർട്ട് ഫോൺ കയറ്റുമതി ഏപ്രിൽ-നവംബർ കാലയളവിൽ $1310 കോടി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലത്ത് $890 കോടി കയറ്റുമതിയായിരുന്നു നടന്നത്. 46% വളർച്ച. ആദ്യ സ്ഥാനത്തുള്ള ഓട്ടോമോട്ടീവ് ഡീസൽ കയറ്റുമതി $1350 കോടി. ഇവ തമ്മിലുള്ള അന്തരം വെറും $40 കോടി മാത്രമാണ്. ഐഫോണിന്റെ ഇന്ത്യയിലെ ഉൽപ്പാദനമാണ് സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ഇന്ത്യ മുന്നേറാനുള്ള പ്രധാന കാരണം. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ 2/3 ആപ്പിൾ ഐഫോൺ ആണ്. കഴിഞ്ഞ വർഷം ഓട്ടോമോട്ടീവ് ഡീസൽ ഇന്ധന കയറ്റുമതി $1890 കോടി. ഇത്തവണ ഇതിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. ഓട്ടോമോട്ടീവ് ഡീസൽ ഇന്ധനം, സ്മാർട്ട് ഫോണുകൾ, വ്യോമയാന ഇന്ധനം, വജ്രങ്ങൾ, മോട്ടോർ ഗ്യാസോലിൻ എന്നിവയാണ് ആദ്യ 5 സ്ഥാനങ്ങളിലുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങൾ. 2019 മുതലാണ് രാജ്യത്ത് സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ വർധന പ്രകടമായി തുടങ്ങിയത്. 2019-20 കാലത്ത് $290 കോടി സ്മാർട്ട് ഫോണുകൾ കയറ്റി അയച്ചു. അന്ന് കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ 14ാം സ്ഥാനത്തായിരുന്നു സ്മാർട്ട് ഫോൺ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർ താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനു പിന്നാലെ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ കുതിപ്പ് രേഖപ്പെടുത്തിയ BSNL-ന് തിരിച്ചടി. 4 മാസത്തെ ഉയർച്ചയ്ക്ക് ശേഷം നവംബറിൽ 4 ലക്ഷം ഉപഭോക്താക്കളെയാണ് BSNL-ന് നഷ്ടമായത്. BSNL-ന് തിരിച്ചടിയേറ്റപ്പോൾ ജിയോ ശക്തമായി തിരിച്ചുവരവ് നടത്തിയെന്നും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. നവംബർ മാസം 3.4 ലക്ഷം മൊബൈൽ യൂസർമാരെയാണ് BSNL-ന് നഷ്ടമായത്. ജൂലൈ മുതൽ ഒക്ടോബർ വരെ തുടർച്ചയായ 4 മാസം കൊണ്ട് 70 ലക്ഷത്തോളം പുതിയ ഉപഭോക്താക്കളെ ലഭിച്ച BSNL-ന് നവംബറോടെ ഉപഭോക്താക്കളെ നഷ്ടമായി തുടങ്ങി. രാജ്യവ്യാപകമായി 4G സേവനം എത്തിക്കാൻ വൈകുന്നതും സേവനങ്ങളിലെ ഗുണമേന്മയില്ലായ്മയുമാണ് BSNL-ന് വെല്ലുവിളി ഉയർത്തുന്നത്. BSNL-ന്റെ കോൾ ഡ്രോപ്പും ഡാറ്റാ പ്രശ്നങ്ങളെക്കുറിച്ചും രാജ്യവ്യാപകമായി പരാതിയുണ്ട്. രാജ്യത്തെ ഏറ്റവും അവസാനം 4G നെറ്റ്വർക്ക് ആരംഭിച്ച BSNL-ന് ഇതുവരെ 65,000 4G ടവറുകളാണ് പ്രവർത്തനക്ഷമമാക്കാനായത്. 2024 നവംബർ വരെ ട്രൈ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്തെ BSNL സബ്സ്ക്രൈബർമാരുടെ എണ്ണം 9 കോടിയാണ്. അതേസമയം ജൂലൈയിലെ നിരക്ക് വർധനയോടെ 4 മാസക്കാലം ഉപഭോക്താക്കളെ നഷ്ടമായ റിലയൻസ് ജിയോ നവംബറിൽ വരിക്കാരെ തിരിച്ചുപിടിച്ചു. നവംബറിൽ 12 ലക്ഷം പുതിയ ഉപഭോക്താക്കളെ ജിയോയ്ക്ക് ലഭിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ മൊബൈൽ സേവനദാതാക്കളായ ജിയോയ്ക്ക് ആകെ 46 കോടി ഉപഭോക്താക്കളാണുള്ളത്. അതേസമയം ഭാരതി എയർടെല്ലിന് 11 ലക്ഷവും വോഡഫോൺ ഐഡിയയ്ക്ക് 15 ലക്ഷവും ഉപഭോക്താക്കളെ 2024 നവംബറിൽ നഷ്ടമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുത്തൻ അപ്ഡേറ്റുകൾക്ക് തയ്യാറെടുത്ത് വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ യൂട്യൂബ് ഷോർട്സിലും വീഡിയോ പ്ലേ രീതിയിലും കൂടുതൽ ഉപഭോക്തൃ സൗഹൃദമാക്കുന്ന നൂതന മാറ്റങ്ങളാണ് യൂട്യൂബിൽ വരുത്തുക. ഉപയോക്താക്കളെ കൂടുതൽ ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് യൂട്യൂബ് പുതിയ അപ്ഡേറ്റുകൾ പരീക്ഷിക്കുന്നത്. വീഡിയോ പ്ലേയിങ് വേഗതയിൽ പുതിയ ഓപ്ഷൻ ഉൾപ്പെടുത്തുന്നതാണ് ആദ്യത്തെ മാറ്റം. 2x സ്പീഡിനു പുറമെ 4x സ്പീഡ് ഓപ്ഷൻ കൂടി വീഡിയോ പ്ലേയിങ് സൗകര്യത്തിൽ ഏർപ്പെടുത്തും. ഇതോടെ വീഡിയോകൾ കൂടുതൽ വേഗതയിൽ കണ്ടു തീർക്കാനാകും. മൊബൈൽ ആപ്പിലെ ജമ്പ് ഹൈഡ് വെബിലും ഉൾപ്പെടുത്തുക എന്നതാണ് മറ്റൊരു അപ്ഡേറ്റ്. യൂട്യൂബ് ഷോർട്സ് കാണുമ്പോൾ iOS ഉപയോക്താക്കൾക്ക് പിക്ചർ ഇൻ പിക്ചർ മോഡ് ഉപയോഗിക്കാം. ഇതിനു പുറമെ സ്മാർട്ട് ഡൗൺലോഡുകൾ ഓൺ ചെയ്യാനും കഴിയും.
ഇഷ്ടമുള്ള വീഡിയോകൾ ഇതുവഴി ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ചെയ്യപ്പെടും. നിലവിൽ പരീക്ഷണഘട്ടത്തിലായ ഈ ഫീച്ചറുകളെല്ലാം വൈകാതെ തന്നെ ആഗോള വ്യാപകമായി യൂട്യൂബ് അവതരിപ്പിക്കും. തുടക്കത്തിൽ പ്രീമിയം വരിക്കാർക്ക് മാത്രമാകും ഈ ഫീച്ചറുകൾ ലഭ്യമാവുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാറുകളുടെ വില വർദ്ധിപ്പിച്ച് മാരുതി സുസുക്കി ഇന്ത്യ. വിവിധ മോഡലുകൾക്ക് 32,500 രൂപ വരെയാണ് വില വർധന. പുതിയ നിരക്ക് ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മാരുതി സുസുക്കി അറിയിച്ചു. അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചതും പ്രവർത്തന ചെലവ് ഉയർന്നതുമാണ് കാറുകളുടെ വില വർദ്ധിപ്പിക്കാൻ കാരണമെന്ന് മാരുതി സുസുക്കി അറിയിച്ചു. പുതുക്കിയ വിലയനുസരിച്ച് കമ്പനിയുടെ കോമ്പാക്ട് കാറായ സെലേറിയയുടെ എക്സ് ഷോറൂം വിലയിൽ 32,500 രൂപ വരെയും പ്രീമിയം മോഡൽ ഇൻവിക്ടോയുടെ വിലയിൽ 30,000 രൂപ വരെയും വർധനയുണ്ടാവും. കമ്പനിയുടെ ജനപ്രിയ മോഡലായ വാഗണാർ വില 15,000 രൂപ വരെയും സ്വിഫ്റ്റിന്റെ വില 5,000 രൂപ വരെയും കൂടിയേക്കും. SUVകളായ ബ്രെസ്സയ്ക്കും ഗ്രാൻഡ് വിറ്റാരയ്ക്കും യഥാക്രമം 20,000 രൂപ വരെയും 25,000 രൂപ വരെയുമാണ് വില വർധന. എൻട്രി ലെവൽ ചെറു കാറുകളായ ആൾട്ടോയുടെ K10-ന് 19,500 രൂപ വരെയും എസ്പ്രസോയ്ക്ക് 5,000 രൂപ വരെയും വില ഉയരുമെന്നും കമ്പനി റെഗുലേറ്ററി ഫയലിംഗിൽ പറയുന്നു. പ്രീമിയം കോമ്പാക്ട് മോഡലായ ബെലോനോയ്ക്ക് 9,000 രൂപ വരെയും കോമ്പാക്ട് സെഡാനായ ഡിസയറിന് 10,000 രൂപ വരെയും വില കൂടുമെന്നും കമ്പനി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.